നല്ല അടിപൊളി ഒരു ഉലർത്താണ് ചെയ്യുന്നത്. അതായത് ഉണക്കച്ചെമ്മീനും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഉലർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചെമ്മീൻ ഈ പാൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലപോലെ ചൂടാക്കി എടുക്കുക. കയ്യിലെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ പൊടിഞ്ഞു പോകും. നമുക്കൊന്ന് തെരിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. ഇത് ഇങ്ങനെ ഒന്ന് പേറ്റി എടുക്കുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ അകത്തുനിന്ന് ആ മുള്ളും വേസ്റ്റും ഒക്കെ ആയി പോകുന്നതുണ്ടോ. ഒരു കടായി അങ്ങോട്ട് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരല്പം തേങ്ങാക്കൊത്ത് ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരല്പം വെളുത്തുള്ളി, ഇതേപോലെ ഒരു പാത്രം കൊച്ചുള്ളി. ഇതേ രീതിയിലൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും 2-3 പച്ചമുളക് 2 മുറിച്ച് വെച്ചേക്കും. ഇച്ചിരി കരിയാപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇങ്ങനെ ഒന്ന് വാങ്ങി മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് ചതച്ചത്, പച്ചച്ചോവ മാറിയ ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കണം. നേരത്തെ വറുത്ത് വെച്ചാൽ തേങ്ങാക്കൊത്തുള്ളി ഇതിൻ്റെ കൂട്ടത്തിട്ടു. ഇനി നമുക്ക് ഈ ചെമ്മീനിടാൻ അങ്ങോട്ട് ഇട്ടു കൊടുക്കും. ഇതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടി ഇതുകൊണ്ട് ഈ ഒരളവിൽ 1 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിടുകയാണ്. ഇപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉലർത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇത് തുറന്ന് വെച്ച് കൊടുക്കും.